മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയും. മഹാകുടുംബ സംഗമം എന്ന പേരിൽ മഹാകുടുംബ സംഗമം ഇവിടെ നടക്കുകയാണ്. നമുക്കറിയാം, നിരന്തരം സമ്മർദ്ദത്തിലൂടെയാണ് ഓരോ പന്തൽ മുതലാളിമാർ ഉള്ളത്. ഒരു ജനറേറ്റർ ഓൺ ആയി കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ അവസാനിക്കുന്നിടത്തോളം കാലം ശരിക്കും ഉറക്കു വരില്ല. ആ ജനറേറ്റർ ഓഫായി പോകുമ്പോൾ അല്ലെങ്കിൽ വേറെന്ത് പ്രശ്നം വരുമോ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ കുടുംബങ്ങളെ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പല ഫോണുകൾ വരുമായിരിക്കും, അപ്പൊ അത് എടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഒരു ദിവസമായി മാറ്റിക്കൊണ്ട് നമുക്ക് എല്ലാവിധ എൻജോയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഭക്ഷണങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല കലാകാരന്മാരും ഒക്കെ എത്തിച്ചേരും. സംസ്ഥാന സെക്രട്ടറി ബാലേട്ടനെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആശീർവാദങ്ങളും അർപ്പിക്കുന്നു. കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അധ്യക്ഷ പ്രസംഗം കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നടക്കാനുള്ളത് കൊണ്ട് 1-2 വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാം. കാസർഗോഡ് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മെമ്പർമാരുടെ ബാഹുല്യം കൂടുതലായതുകൊണ്ട് ചെങ്കല മേഖല രൂപീകൃതമായി 2 മേഖലയും കൂടി ഒന്നിച്ചുള്ള ഈ കുടുംബ സംഗമം എത്രയും നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ വിചാരിച്ചതിനേക്കാളും വളരെ നല്ല രീതിയിലാണ് ഇവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനവർക്ക് 1000 അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. കൂടുതലായി ഒന്നുമില്ല. എല്ലാവരും ഇന്ന് രാത്രി 10 മണി വരെ നടക്കുന്ന ഈ കുടുംബ സംഗമത്തിന് എല്ലാവരും സഹകരിച്ചുകൊണ്ട് നന്നായി ഇവിടെ ആസ്വദിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒറ്റ കാരണം കൊണ്ട് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചത് കൊണ്ട് നമ്മൾ 2 മേഖലയിൽ പിരിഞ്ഞേ ഉള്ളൂ. എങ്കിൽ ഞങ്ങൾ മനസ്സൊന്നാണ്. പക്ഷെ അതിനുശേഷം എല്ലാ മെമ്പർമാർക്കും മനഃപ്രയാസമുണ്ട്. നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നതല്ലേ, നമ്മൾ വേർതിരിച്ചില്ലേ എന്നുള്ള ഒരു സങ്കടം എല്ലാ മെമ്പർമാർ മനസ്സിലും നിരന്തരം. അപ്പോൾ ചില ആൾക്കാർ ചെങ്കളമേക്കാരുടെ ആൾക്കാർ ഞങ്ങൾ നിങ്ങൾക്ക് വരുന്നവരും നമ്മൾക്ക് അങ്ങോട്ട് പോകുന്നവരും അങ്ങനെ പരസ്പരം നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു മേഖല പെട്ടെന്ന് 2ആയിട്ട് പിരിഞ്ഞിട്ടാകുമ്പോഴുള്ള ഒരു അവസ്ഥ നമുക്കറിയല്ലോ. അപ്പോൾ അതിനുള്ള ഏക പോകാൻ വഴി ഇതുപോലുള്ള കുടുംബ സംഘങ്ങൾ ഒത്തുചേരുക എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷം നൽകുന്നത്. പ്രത്യേകിച്ചും മെമ്പർമാരുടെ ഐക്യം, മേഖലകളുടെ ഐക്യം. ചില സ്ഥലത്തൊക്കെ മേഖലകൾ തമ്മിൽ വൈരം വെച്ച് മാറുന്ന കുറേ മേഖലകളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കെല്ലാം മാതൃകാപരമാവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കാഴ്ചപ്പാട് മറ്റുള്ള മേഖലകളൊക്കെ മാതൃകാപരമായി കാണണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ കുടുംബ സംഗമം 2 മേഖലകളും ഒന്നിച്ച് നടത്താൻ എന്നുള്ള ഏറ്റവും വലിയ പ്രാധാന്യം കൊണ്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഈ സംഭവം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് രാത്രി 10 മണി വരെ ഒരാൾ നമ്മളെ നോൺ സ്റ്റോപ്പാണ് നമ്മളെ ഈ സ്റ്റേജിലെ പരിപാടി. പേടിയും കട്ടില്ല, ലേറ്റില്ല. എന്തെങ്കിലും സമ്മാനത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ പെട്ടെന്ന് വന്നിട്ട് അത് കൈപ്പറ്റണം. കാരണം വെച്ചാൽ ആ ഒരു സെക്കൻഡ് പോലും നമുക്ക് ഇന്ന് ഈ സ്റ്റേജിൽ അമാന്തിക്കാൻ പറ്റൂല, എൻ്റെ സമയം നഷ്ടപ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് എല്ലാ പരിപാടിയും നോൺ സ്റ്റോപ്പ് എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ ഒരു ഓഫീഷ്യൽ ഫംഗ്ഷൻ നമുക്ക് നടത്താനുണ്ട്. അതിനോടുകൂടി നമ്മളെ പരിപാടി കളർഫുൾ ആകുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് മെമ്പർമാരും മറ്റുള്ള മേഖലയിലുള്ള എല്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കംപ്ലീറ്റും സംസ്ഥാനത്തിൻ്റെ 3 പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തും. അപ്പോൾ ആ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഫുള്ള് മെമ്പർമാർ ഈ ഓഡിറ്റോറിയം നിറഞ്ഞ് കാണാം. പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് ഹാളിലോ മറ്റുള്ള ഏത് സ്ഥലത്ത് പരിപാടി വെക്കാത്തത് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ടതാണ്. അല്ല നമ്മൾ പോയിട്ട് മറ്റുള്ള ഹാളിൽ പരിപാടി വെച്ചെങ്കിൽ നമുക്ക് കാര്യം തരില്ല. അപ്പോൾ നമ്മൾ പന്തലിട്ട്
പരിപാടി നടത്തുമ്പോൾ അതിനെന്ത് പ്രാധാന്യം കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മറ്റുള്ള മേഖലക്കും അതേപോലെ ഈ ഐക്യപ്പെടാനുള്ള ഒരു സംവിധാനത്തെ കൂടിയിട്ടാണ് ഈ രണ്ട് മേഖല വെച്ചത്. അപ്പോൾ മറ്റുള്ള മേഖലകൾ മാതൃകയാവാൻ വേണ്ടിയിട്ടും സംസ്ഥാന കമ്മിറ്റിക്ക് നമ്മുടെ ഊർജ്ജം കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു നീറ്റിലുമാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. അതിലുള്ളത് ഒരു കരുതൽ പദ്ധതി നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം. ഒരു മെമ്പർ മരണപ്പെട്ടാൽ 5 ലക്ഷം രൂപ വരെ കൊടുക്കാനുള്ള സംവിധാനത്തോടെയാണ് നമ്മളിവിടെ ഇത് ഒരു കരുതൽ പദ്ധതി നടത്താറുള്ളത്. അതിലെ മുഖ്യ സൂത്രധാരനാണ് നമ്മളെ ഫിറോസ്, അതേപോലെ നാസിർ സംഗമം. എൻ്റെ പിന്നിൽ കുറച്ച് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരാൾ മരണപ്പെട്ട നമ്മൾ 1000 രൂപ കൊടുക്കണം. 500 ആൾ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും മെമ്പർ ഏതെങ്കിലും കുറെ മരണപ്പെട്ടു പോയ ആ വീട്ടിലേക്ക് 5 ലക്ഷം രൂപ എത്തിക്കുന്ന പദ്ധതിയാണ്. അത് പ്രത്യേകിച്ച് കുടുംബിനികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഭർത്താവ് അതിൽ ചേർന്നിട്ടുണ്ടോ എന്ന് കൂടി നിങ്ങൾ നോക്കണം. ചേർന്നിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ചേരണം. ഇപ്പം ചേരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു മെമ്പർ മരണപ്പെടുകയാണ്, ആ വീട്ടിലേക്ക് ഒരു 10, 15, 20 ആഴ്ച അല്ലെങ്കിൽ 10, 20 ദിവസം കൊണ്ട് ആ വീട്ടിലേക്ക് 5 ലക്ഷം എത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഓരോ മെമ്പർ ഭാര്യമാരും ശ്രദ്ധിക്കണം. ഈ കരുതലിൽ എൻ്റെ ഭർത്താവ് ചേർന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഓടിച്ചാട് നടക്കുന്നതല്ലാണ്ട് ലാസ്റ്റ് നോക്കുമ്പോൾ ബാധ്യതയാണ്. ഇപ്പോൾ ലാസ്റ്റ് രോഗം വന്നിട്ടാകുമ്പോൾ പണം ഉണ്ടാവില്ല, ലാസ്റ്റ് കടക്കണിയിലാണ്. പിന്നെ അവർ ആ സ്ഥലത്താണ് നമ്മൾ ഈ സംഘടന തണലായിട്ട് എത്തുന്നത്. അതുകൊണ്ട് അത് എല്ലാവരും ചേരാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കൂടുതൽ ഞാൻ പ്രസംഗിക്കുന്നില്ല, കുറച്ച് പറയേണ്ടി ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് എൻ്റെ ഈ 2 വാക്കുകൾ നിർത്തിക്കൊണ്ട് ഈ കുടുംബസംഘത്തിന് എല്ലാവിധ ആശംസകൊണ്ട് പറഞ്ഞു. ഒരാഴ്ചക്കാലം രാത്രിയും പകലും ഇതിൻ്റെ പിന്നാലെ നടന്ന കൂട്ടാവുന്ന ഈ സ്റ്റേജിലും താഴെയും കുറേ ആളിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ നമുക്ക് ജീവനാണ്, അവരാണ് ഇതെല്ലാം ഒരുക്കി തന്നത്. അതുപോലെ തന്നെ ഈ കുടുംബസംഗമത്തിന് കാരണം സംസ്ഥാന കമ്മിറ്റിയാണ്. 2 മേഖലയും ഒന്നിച്ചുണ്ടായിരുന്നു. നമ്മൾ ഒന്നിച്ച് പോകുമ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു അസൂയ തോന്നി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇവരെ 2ആക്കണം. അങ്ങനെ ഇരുന്ന് ആസ്വാദിച്ച് ഈ പരിപാടിയിൽ ഭംഗിയാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. അഭിനന്ദനം. അത് കഴിഞ്ഞ് നമ്മളെ ജനറൽ സെക്രട്ടറി TV ബാലേട്ടൻ, അയാളും ഇതിൽ പങ്കെടുക്കുന്നതാണ്. അതുപോലെ തന്നെ സംസുക്ക മലപ്പുറം നമ്മളെ സംസ്ഥാന ട്രഷറാണ്. അതുപോലെ ജില്ലയിലെ പല സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ജില്ലയിലെ പല മേഖലയിലെ പ്രസിഡന്റ് സെക്രട്ടറിമാരും. കാരണം ഇത്രയും ഒരുക്കങ്ങൾ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിനുണ്ടായിട്ടില്ല. അതാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾക്കറിയാം പന്തലെന്ത്, ഷെയറെന്ത്, മറ്റുള്ള പരിപാടികളെല്ലാം എന്തെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് ഇരുന്നാൽ തന്നെ നിങ്ങൾക്കറിയാം കുറേ സംഭവങ്ങൾ. ഇതിപ്പം നമുക്ക് പ്രസംഗമല്ല വലുത്, പ്രസംഗം എല്ലാവർക്കും കേട്ട് നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. അപ്പോൾ ഇത് മഹാകുടുംബസംഗമം എന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇതിൻ്റെ സംഘാടന പോകുമ്പോൾ ഒന്നിച്ചു പോകാനുള്ള ആഗ്രഹത്തിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ നിങ്ങളെല്ലാവരും, അതുപോലെ ഈ പരിപാടിയുടെ വിജയം എന്ന് പറഞ്ഞാൽ ഇവരെ കഴിവ് കൊണ്ട് പന്തൽ കെട്ടിയോ സ്റ്റേജ് ഉണ്ടാക്കിയോ ഡെക്കറേഷൻ ആക്കിയോ എല്ലാം ആക്കി വെച്ചിട്ട് ആരുമില്ലെങ്കിൽ ഈ പരിപാടിക്ക് രസം ഉണ്ടായില്ല. പക്ഷെ അതിലിട്ട ചെയർ ഫുള്ളാക്കണം. അതിനാണ് നമ്മുടെ അംഗങ്ങളുടെ കരുത്ത് കാണിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇവിടെ കുടുംബസംഘത്തിൽ വന്ന് വെറുതെ ഒരു പണിയിലായിരിക്കുമ്പോൾ ഇവിടുന്ന് ഇടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കസാരയിലിരിക്കാതെ കസാര മാത്രം കാണും, ആൾക്കാരുടെ പുറത്തുണ്ടാകും കുറച്ചാളിരുന്ന്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം. കാരണം കാസർഗോഡും ചെങ്കളയും ഒന്നിച്ചിട്ടുണ്ടായ ഒരു മേഖലയാണ് മുമ്പ് കാസർഗോഡ് മേഖല. അപ്പോൾ പ്രവർത്തനത്തിൻ്റെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടിയാണ് മേഖല വിഭജനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെങ്കള മേഖലയായി വിഭജിച്ച് 2 മേഖലയാക്കി. അപ്പോൾ പ്രവർത്തനം കൂടുതലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇന്നും നിങ്ങൾ 2 മേഖല ആയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഒരുമിച്ച് ഒരു കുടുംബസംഗമം ഇവിടെ നടത്താൻ വേണ്ടി മുതിർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംഘാടക സമിതി ചെയർമാൻ ഫിറോസും അതുപോലെ കൺവീനർ സയ്യറും അതിൻ്റെ മറ്റ് സഹപ്രവർത്തകരും ആ ഒന്നിക്കുമ്പോഴുള്ള ഒരു സംഭവം ഞാൻ കണ്ടതാണ്. കാരണം ഞാൻ വെള്ളിയാഴ്ച വന്നിരുന്നു. നിങ്ങളെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് അതിമനോഹരമായ സ്റ്റേജും പന്തലും എല്ലാം ഒരുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിന്ന്, അതുപോലെ തന്നെ ഈ പരിപാടി കഴിയുന്നത് വരെ നിങ്ങളെല്ലാവരും ഇവിടെ നിന്നുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കണം എന്ന് മാത്രം ഞാൻ പറയുന്നു ഈ അവസരത്തിൽ. പിന്നെ വൈകുന്നേരം പരിപാടി, ഉച്ചയ്ക്ക് ശേഷത്തെ പരിപാടിയുണ്ട്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല.
ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മേഖലയിൽ ഒരുമയോടെ കൊണ്ടാടുന്ന ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്ത സുരേന്ദ്രന് മറ്റു എൻ്റെ സഹപ്രവർത്തകരായ ഒരാഴ്ചയോളമായി കഠിനാധ്വാനം ചെയ്യുന്ന ഈ സഹപ്രവർത്തകർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. ഈ അലങ്കാരം പ്രൗഢി നൽകാറില്ല. അതുപോലെ ഒരു 10 ആൾ मेरे महबूब कयामत होगी आज रुसवा तेरी गलियों में मोहब्बत होगी मेरी नजरें तो गिला करती है तेरे दिल को भी सनम तुझे से शिकायत होगी मेरे महबूब तेरी गली में आता सनम नगमा वफा का गाता सनम तुझसे सुनाना जाता सनम फिर आज इधर आया हूँ मगर ये कहने में दीवाना खत्म बस आज ये वहशत होगी आज रुसवा तेरी गलियों में मोहब्बत होगी मेरे महबूब 'मेरी तरह तू आहे भरे तू भी किसी से प्यार करे और रहे वो तुझसे परे तूने ओ सनम ढाए है सितम तो ये तू भूल ना जाना कि ना तुझ पे भी नायत होगी आज रुसवा तेरी गलियों में मोहब्बत होगी मेरे महबूब कयामत होगी आज रुसवा तेरी गलियों में मोहब्बत होगी नाम निकलेगा तेरा ही लब से जान जब इस दिल नाकाम से रुखसत होगी मेरे महबूब 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം
മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. City Gold, Gold and Diamonds, Kerala and Karnataka.